അറടുകയാണ്. ലാലേട്ടൻ അറടുകയാണ്. ഹലോ ഗായ്സ്, കേരളം മുഴുവൻ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ 2 ടീംസാണ്, 2 മച്ചാന്മാരാണ് ഇപ്പോൾ മൊത്തം ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ നമ്മുടെ അലിൻ ജോസ് പെരേര. നോ 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 സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേര എന്ന് സ്വയമേവ വിശേഷിപ്പിക്കുന്ന അലിൻ ജോസ് പെരേര. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഡെയിലി ദിനം പ്രതി ഇവർക്ക് ഇങ്ങനെ വ്യൂസും മില്യൺസും ഒക്കെ കൂടുന്നത്? എന്താണെന്നൊരു ടെക്നിക്കുണ്ട്, അതിനകത്തൊരു ഒരു 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 സംഭവമുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുറേ കാലം മുമ്പത്തെ ഒരു കഥ എടുക്കുക. ഇപ്പോൾ അന്നൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷത്തിന് സിനിമ എടുക്കുന്നു, വളരെയധികം ലാഭം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും, അന്നൊക്കെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേനും ഒരു ഒരു എന്താ പറയുക, നമ്മളൊക്കെ പറയുന്ന രീതിക്ക് ഒരു ജോക്കറായിട്ടായിരുന്നു അന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നു ആളുകൾ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്ത് അദ്ദേഹം പൈസ ഉണ്ടാക്കി, അദ്ദേഹം ഫെയിമായി, എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇതേ ഇവർ തന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇവരുടെ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഫൂൾ ചെയ്തിട്ട്, നമ്മളെ ഫൂൾ ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ സംസാരമൊക്കെ അവർ കുറച്ചൊന്ന് മാറ്റും. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതേ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഇവർ ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ റിയലായിട്ടുള്ളത് കാണിക്കും. അപ്പോൾ നമുക്ക് തോന്നി നല്ല മനുഷ്യരാണല്ലോ, ഈ ഇതൊക്കെ നല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു 99% ആൾക്കാരും സന്തോഷ് പണ്ഡിറ്റ് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത്. ഇതേപോലെ തന്നെയാണ് ഈ ആറാട്ടണ്ണൻ്റെയും നമ്മുടെ അലിൻ ജോസ് പെരേരയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇവരുടെ ഒരു വരവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലിപ്പോൾ ആറാട്ടണ്ണൻ്റെ വരവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മോഹൻലാലിൻ്റെ, നമ്മുടെ ലാലേട്ടൻ്റെ ആറാട്ട് എന്ന് പറഞ്ഞൊരു പടം വന്നപ്പം, പടം നല്ലൊരു ആയിരുന്നു, എന്നാലും അതിൻ്റെ ഒരു റിവ്യൂ അറടുകയാണ്, ലാലേട്ടൻ അറടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആറാട്ടണ്ണൻ വരുന്നത്. പക്ഷേ ഈ അലിൻ ജോസ് പെരേര എങ്ങനെയാണ് ഇത്രയും കത്തി കയറിയത് എനിക്കൊന്നും പിടി കിട്ടുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഈ പുള്ളിയുടെ ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു 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 സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോഴും പറയുന്ന പോലെ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്താൽ ഇപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫീൽഡ് ഔട്ടായി. ഇപ്പം ആറാട്ടണ്ണൻ ഇപ്പോൾ ഒരു ഫീൽഡിൻ്റെ പിച്ചിൻ്റെ പടം കാണിക്കും, തൊട്ട് താഴെ ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അണ്ണൻ്റെ പടം കാണിക്കും. ഈ ഒരു രീതിക്കാണ് ഇൻസ്റ്റയിലെ ട്രോളും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതാണ് നമ്മുടെ ആറാട്ടണ്ണൻ ഫീൽഡ് ഔട്ടായി എന്ന് പറഞ്ഞ ലെവലിൽ. പിന്നെ നമ്മുടെ ഈ അലിൻ ജോസ് പെരേര, അപ്പോൾ ഇവർ തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പുള്ളിക്ക് വ്യത്യസ്തതകൾ ഇച്ചിരി കുറവാണ്. അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ, ഒരേ രീതിക്കുള്ള എന്താ പറയുക, സംസാരം, കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ ആറാട്ടണ്ണനൊന്നും ട്രൈ ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ അലിൻ ജോസ് പെരേരയുടെ ഈ ഒരു സമയത്ത് പുള്ളിയുടെ പുള്ളിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിയപ്പോഴത്തേനും പുള്ളി ചെയ്യുന്നൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സിനിമ ഡയലോഗ്സൊക്കെ എടുത്ത് ചെയ്യുന്നു, പുള്ളി ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പം ഓരോ ദിവസവും പുള്ളിയുടെ വ്യത്യസ്തതകളാണ് നമ്മൾ കാണുന്നത്. അത് നല്ലതോ ചീത്തയോ, അത് കൊള്ളാവോ മോശമോ എന്നുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഓരോ ദിവസവും ഇൻസ്റ്റ എടുക്കുമ്പം വ്യത്യസ്തമായിട്ടുള്ള പുള്ളിയുടെ ഓരോ വീഡിയോസും പുള്ളിയുടെ ഓരോ ഡയലോഗ്സും ഒക്കെ കാണാം. അപ്പോൾ അത് ട്രെൻഡാവും. അത് ആൽഗോരിതത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അലിൻ ജോസ് പെരേരയുടെ ഒരു വീഡിയോ നമ്മളിപ്പം കാണുന്നു, അതിൽ കുറേ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്, അത് ഞാൻ പറയാം. എന്താണ് ഈ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ അതെങ്ങനെ സ്പ്രെഡ് ആവുന്നു എന്ന് ഞാൻ പറയാം. നെഗറ്റീവായിട്ടുള്ള കുറേ കമൻറ്റുകൾ വരുന്നു. അപ്പോൾ ഈ കമൻറ്റുകൾ വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഏത് പ്ലാറ്റ്ഫോമാണോ അതിനെന്തായാലും മനസ്സിലാകുന്നത്, അതായത് ഈ ഒരു കണ്ടൻറ്റ്, ഈ ടിപ്പിക്കൽ കണ്ടൻറ്റ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ നല്ലതോ ചീത്തയോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ആൾക്കാരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ അലിൻ ജോസ് പെരേരയുടെ അടുത്തൊരു വീഡിയോ വരുമ്പോൾ എന്ത് ചെയ്യും, ആ വീഡിയോയും പ്രൊമോട്ടാവും. അങ്ങനെ ഓരോ വീഡിയോസ് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഹൈപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ഫെയിം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആറാട്ടണ്ണനും അതുപോലെ തന്നെയാണ്. ഇവർ തമ്മിൽ എത്ര പകൽ എത്ര ഫൈറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇവർ ഒരുമിച്ച് ഫംഗ്ഷനും ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് മറ്റൊരു സൈഡ്. ഞാൻ ഇനി അടുത്തൊരു സൈഡിലേക്ക് ഞാൻ വരാം, ഒരു വിഭാഗത്തിലേക്ക് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊക്കെ പറയറേ, അതായത് ഇപ്പോൾ ഒരാളൊരു നല്ല കാര്യം ചെയ്തു എന്നിരിക്കട്ടെ, ആരും അറിയില്ല. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തു, ഭയങ്കരമായിട്ട് ഒരു ഡിഗ്രിക്കൊക്കെ ഭയങ്കരമായിട്ട് റാങ്ക് ഹോൾഡറായി, എത്ര ദിവസം പുള്ളിയെ പറ്റി സംസാരിക്കും ആൾക്കാർ. അതേസമയം അവനെ ഒരു പെണ്ണ് കേസിലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഞ്ചാവ് കേസിൽ പൊക്കിയെന്നിരിക്കട്ടെ, നാട് മുഴുവൻ, കേരളം മുഴുവൻ അറിഞ്ഞ് പുള്ളിയെ നമ്മൾ ഇല്ലാണ്ടാക്കും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ആളുകൾക്ക് സംസാരിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. നെഗറ്റീവായിട്ട് അവൻ നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ അവൻ മോശമാണെന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം. ഈ ഒരു സെറ്റപ്പാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇവർ ടിപ്പിക്കലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പം കേരളത്തിലിപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ജോലി ഇപ്പോൾ എടുത്താലും നമുക്ക് എത്ര രൂപ വരുമാനം നമുക്ക് ഒരു ജോലി ചെയ്താൽ കിട്ടുമായിരിക്കാം, ഒരു 10,000, 20,000, 30,000
പോട്ടെ, അതിൽ ലോ ആവാം, ഹൈ ആവാം. ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഈ അലിൻ പെരേര, ആറാട്ടണ്ണനൊക്കെ ഒരു മാസം ഇവർ എന്തോ ഒരു ഫെയിം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മണി ഉണ്ടാവും. നമുക്ക് ഫെയിം ഉണ്ടെങ്കിൽ നമ്മളെ എത്രത്തോളം ആളുകൾ അറിയുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം വരാനുള്ള മാർഗ്ഗവും കൂടും. കാര്യം നമുക്ക് ഈസി ആയിരിക്കും. നമുക്കൊരു ജോലി, ഒരു 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 വർക്ക് കിട്ടാൻ ഈസി ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഓരോ ഫംഗ്ഷന് പോകുന്നു, ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഫണ്ടാണ്. അപ്പം ഇവർ സത്യം പറഞ്ഞാൽ ഇവർ നൈസായിട്ട് ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ കാലം ഇതിങ്ങനെ മുന്നോട്ടേ പോവും. കുറേ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ, ഞാൻ മുമ്പേ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്ജിയുടെ കാര്യം പറഞ്ഞ പോലെ, കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവർ നേരെ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫുള്ളാക്കിയിട്ട് പിന്നീട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പം ആൾക്കാരെന്ത് പറയും? അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 10 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേനും ആൾക്കാരെന്ത് പറയും? ശരിയാ കേട്ടോ, നല്ലൊരു മനുഷ്യനാണ്, നല്ല ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പുള്ളി ബുദ്ധിയുള്ള മനുഷ്യനാണ്, മനസ്സിലായി, അങ്ങനൊരു ടോക്ക് വരും. ബുദ്ധിയുള്ള മനുഷ്യനാണ് പുള്ളി, ആ ഒരു രീതിക്കുള്ള സംഭവം വരും. സത്യത്തിൽ ഇവിടെ ആരാണ് മണ്ടൻ? പുള്ളിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ അലിൻ ജോസ് പെരേരയുടെ വീഡിയോസിൻ്റെ കൗണ്ട്, ഐ മീൻ ഈ എന്താ പറയുക, വ്യൂസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഈ ആറാട്ടണ്ണൻ്റെ വ്യൂസ് നമ്മൾ എടുത്ത് നോക്കിയാൽ മറ്റേതൊരു, ഇപ്പോൾ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാൾ, നല്ല രീതിക്ക് പടം വരച്ചിട്ടാൽ കിട്ടാത്ത വ്യൂ, നന്നായി ഡാൻസ് കളിക്കുന്ന ആൾ നന്നായിട്ട് ഡാൻസ് കളിച്ച് കിട്ടാത്ത വ്യൂ, അതുപോലെയാണ് മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവർക്ക് ലൈക്സ് ഒക്കെ കുറവായിരിക്കും, പക്ഷേ ഇവരുടെ വ്യൂസ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. അപ്പോൾ ഈ ആൽഗോരിതം ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കുക, ഇത് നമ്മൾ നെഗറ്റീവായിട്ടൊരു സംഭവം കൊടുത്തെന്ന് പറഞ്ഞാലും ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ഇവർ ഫേമസ് ആവും, ഇവരിൽ കരയെത്തും നമ്മളിങ്ങനെ. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക, ആറാട്ടണ്ണൻ്റെയും നമ്മുടെ അലിൻ ജോസ് പെരേരയുടെയും കാര്യത്തിൽ എൻ്റെ ഒരു തോന്നൽ കേട്ടോ. ഇതെൻ്റെ തോട്ട്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, ബൈ.